യുദ്ധങ്ങൾ കൊടുമ്പിരിക്കൊള്ളുകയാണ്. ജനങ്ങളെയും ജീവജാലങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥയും തകർത്ത് തരിപ്പണമാക്കുന്നു യുദ്ധം. ശാന്തമായി സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയുടെ മുകളിൽ കപടദേശീയതയുടെയും ലാഭകൊതിയുടെയും ബോംബുകൾ ഇടതടവില്ലാതെ വർഷിക്കുന്നു. യുദ്ധത്തിലെ പ്രധാന നശീകരണ ആയുധം തന്നെ ബോംബാണ്. കോൺകോർഡിയ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി പ്രൊഫസറായ തെരേസ അരിയോള എഴുതിയ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമുണ്ട്. ദ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഈസ് കില്ലിംഗ് അസ് ഓൾ എന്നാണ് ലേഖനത്തിന്റെ തലക്കെട്ട്. ലേഖനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ബോംബുകൾ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കണം. ബോംബുകൾ മാംസം ചിതറുന്നു. ബോംബുകൾ എല്ലുകളെ പൊടിച്ചു കളയുന്നു. ബോംബുകൾ തലച്ചോറിനെയും ശ്വാസകോശത്തെയും എല്ലാ അവയവങ്ങളെയും അതിഭീകരമായി വിറപ്പിച്ച്, രക്തമൊലിപ്പിച്ച്, പൊട്ടിത്തെറിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനം തന്നെ ഇല്ലാതാക്കുന്നു. ബോംബുകൾ പരിക്കേൽപ്പിക്കുന്നു. ബോംബുകൾ കൊല്ലുന്നു. ബോംബുകൾ എല്ലാം നശിപ്പിക്കുന്നു. ബോംബുകൾ ചിലരെ ധനികരാക്കുന്നു. എന്നിങ്ങനെയാണ് പ്രൊഫസർ അരിയോളയുടെ ലേഖനം ആരംഭിക്കുന്നത്. ഒരു ബോംബ് പൊട്ടുമ്പോൾ ചിലരെല്ലാം ലാഭം കൊയ്യുന്നു. ബോംബിന് വേണ്ടി ചെലവിടുന്ന ഓരോ ഡോളറും ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനോ ഒരാളുടെ ക്യാൻസർ സുഖപ്പെടുത്താനോ കുറെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതിനാലാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റായ ഐസനോവർ ബോംബുകൾക്കായി ചിലവിടുന്നത് ഒരു സൈനിക കൊള്ളയാണ് എന്ന് പറഞ്ഞത്. 1961 ഐസനോവർ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിലാണ് ആദ്യമായി മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന പ്രയോഗം നടത്തിയത്. അതിന് സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാമൂഹ്യ ശാസ്ത്രജ്ഞരും വ്യാപകമായി ഇന്ന് ഉപയോഗിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. ഐസനോവർ യുദ്ധ ചെലവുകളെ കൊള്ള എന്ന് വിശേഷിപ്പിച്ചത് തികച്ചും ശരിയാണ്. എന്തെന്നാൽ വിശപ്പും ദാരിദ്ര്യവും കുറയ്ക്കാനും വിദ്യാഭ്യാസത്തിനും വീടുകൾക്കും ചെലവഴിക്കേണ്ട സമ്പത്താണ് സൈനിക ചെലവുകൾക്കായി മാറ്റപ്പെടുന്നത്. അമേരിക്കയിലെ നികുതിദായകർ കൊടുക്കുന്ന ഡോളറുകൾ സൈനിക ചെലവുകൾക്കായി മാറ്റിവെക്കുമ്പോൾ അത് പ്രധാനമായും ചെന്നെത്തുന്നത് 5 വലിയ കമ്പനികളുടെ കൈകളിലേക്കാണ്. ലോക്ക്ഹീഡ് മാർട്ടി, നോർത്ത് റോപ്പ് ഗ്രമ്മൻ, റേത്തിയോൺ, ബോയിങ്, ജനറൽ ഡൈനമിക്സ് എന്നീ കമ്പനികളാണ് അവ. ഈ കമ്പനികൾ ലാഭമുണ്ടാക്കാൻ വേണ്ടി നിർമ്മിച്ച ആയുധങ്ങൾ 2001 മുതലുള്ള കണക്കുകൾ എടുത്താൽ തന്നെ ഏകദേശം 45 ലക്ഷം പേരെ കൊന്നൊടുക്കി. അനേക ലക്ഷങ്ങൾക്ക് പരിക്കേൽപ്പിച്ചു. 3.8 കോടി മനുഷ്യരെ അഭയാർത്ഥികളാക്കി എന്ന് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ കോസ്റ്റ് ഓഫ് വാർ എന്ന പ്രോജക്റ്റ് വെളിപ്പെടുത്തുന്നുണ്ട്. മേൽ സൂചിപ്പിച്ച മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം. അതായത് അമേരിക്കൻ കോൺഗ്രസ് നികുതിദായകരിൽ നിന്ന് കോടാനുകോടി രൂപ ശേഖരിക്കുന്നു. അത് പെന്റഗണിന് നൽകുന്നു. പെന്റഗൺ അത് മേൽ സൂചിപ്പിച്ച ആയുധ നിർമ്മാതാക്കൾക്ക് നൽകുകയാണ്. അവർ കോടാനുകോടി ഡോളറിന്റെ ലാഭം കൊയ്യുന്നു. ഈ ലാഭത്തിന്റെ ഒരു പങ്ക് ലോബിയിങ്ങിനായി കോൺഗ്രസ് അംഗങ്ങൾക്ക് തിരികെ നൽകുന്നു. അതുവഴി കോൺഗ്രസ് കൂടുതൽ ധനം പെന്റഗണ് കൈമാറുകയും ഇങ്ങനെ അനന്തമായി മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ പ്രവർത്തനം അമേരിക്കൻ സംവിധാനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. അത് ലോകമാകെ യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് എത്തിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും നടക്കുന്ന സംഘർഷങ്ങളുടെ അടിസ്ഥാന ശാസ്ത്രം ഇവിടെയാണ് കുടികൊള്ളുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടേ യുദ്ധം എന്ന വിപത്തിനെ മനസ്സിലാക്കാൻ കഴിയും. ഇതിനെതിരെ പ്രതിരോധം തീർക്കുന്നത് അതീവ ദുഷ്കരമാണ്. എങ്കിൽ പോലും പ്രതിരോധത്തിനായി നിരന്തര ശ്രമം നടത്തേണ്ടത് മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള പോക്കിന് അത്യന്താപേക്ഷിതമാണ്. മറ്റൊരു കാര്യം, ലോകത്തെ 100ഓളം രാജ്യങ്ങൾ അവരുടെ സൈനിക ചെലവുകൾ 2024 വർദ്ധിപ്പിക്കുകയുണ്ടായി. സൈനിക ചെലവുകളിൽ വർധന വരുത്തുന്നത് മറ്റു സാമൂഹ്യ സുരക്ഷാ മേഖലകളിലെ ചെലവുകൾ വെട്ടിക്കുറച്ചുകൊണ്ടാണ്. ലോകത്തെ സൈനിക ചെലവുകളുടെ 60% നടത്തിക്കൊണ്ടിരിക്കുന്നത്
അമേരിക്ക, ചൈന, റഷ്യ, ജർമ്മനി, പിന്നെ നമ്മുടെ ഇന്ത്യ എന്നീ 5 രാജ്യങ്ങളാണ്. അമേരിക്കയാണ് ഏറ്റവും മുമ്പന്തിയിൽ. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ നട്ടെല്ലാണ് ആയുധ ഉൽപാദനവും കച്ചവടവും. ലോകത്ത് സംഘർഷങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമേ ആയുധ കച്ചവടം പൊടിപൊടിക്കൂ എന്ന് പറയേണ്ടതില്ലല്ലോ. A cluster bomb is unlike a regular missile. First used during World War II, these weapons were designed to destroy multiple military targets spread across a wide area. A cluster munition is an explosive device that releases smaller submunitions during flight. While traditional missiles are typically guided and detonate upon impact with a specific target, cluster bombs are unguided. They open mid-air, scattering smaller bombs over a broad zone, often threatening civilian areas. ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാനാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. വിശാലമായ ഭൂമിയിൽ അതിർത്തി തിരിച്ച് സ്വദേശം, വിദേശം എന്നിങ്ങനെ കപട ദേശീയബോധം കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്നു. ദേശീയ അതിർവരമ്പുകളുടെ സംരക്ഷണത്തിനായി വരുമാനത്തിന്റെ സിംഹഭാഗവും ചെലവഴിക്കുന്നു. അതിർത്തിയുടെ അപ്പുറവും ഇപ്പുറവുമുള്ള സാധാരണ മനുഷ്യരെ ശത്രുക്കളാക്കി മാറ്റുന്നു. അതിൽ നിന്നും മുതലെടുപ്പു നടത്താൻ കഴുകൻ കണ്ണുകളുമായി ഇമ വെട്ടാതെ കാത്തിരിക്കുന്നവരുണ്ട് ചിലർ. ഈ സുന്ദരഭൂമിയിൽ ജീവിക്കാനും ശാന്തിയും സമാധാനവും ഒരുക്കാനാണ് അതത് ഭരണകൂടങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. യുദ്ധം എന്നും എവിടെയും ദുരിതം മാത്രമേ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ. യുദ്ധം മനുഷ്യരാശിയെ കാർന്നു തിന്നുന്ന മാരകമായ രോഗമാണ് എന്ന് പറയാം.